ഇത് മണ്ണങ്കായാണ്. കറിക്കായുടെ ഇനത്തിൽ വരുമെന്ന് ചോദിച്ചാൽ കറിക്കായുടെ ഇനത്തിൽ വരും. അതേപോലെ തന്നെ നമുക്ക് പഴം കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പഴം കഴിക്കാനും നല്ല രുചിയാണ്. പൊതുവേ നമ്മൾ കറിക്കായക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് കഴിക്കുമ്പോൾ അത്ര അങ്ങോട്ട് ഒരു ഫ്ലേവറോ മധുരമോ ഒന്നും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് മൊന്തങ്കായൊക്കെ. പക്ഷേ മണ്ണൻ്റെ ഒക്കെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കത് കറിക്കായായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമുക്ക് പഴുത്തിട്ട് ഉപയോഗിക്കാം. അമിതമായിട്ട് മധുരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അമിതമായിട്ടില്ല, പക്ഷെ നല്ല നൂറുള്ള മധുരമാണ്. ഞങ്ങളുടെ നാട്ടിൽ ശരിക്കും പടറ്റിക്കായാണ്. ഇത് കുറച്ച് ഉരുണ്ടിട്ട് ഇരിക്കുമെങ്കിൽ പടറ്റിക്കായ കുറച്ച് നീണ്ടിട്ടിരിക്കും. അപ്പോൾ ഇത് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ കണ്ണൂരുള്ള ഒരു പൊതുവെ കണ്ണൂർ വളരെ സാർവത്രികമായിട്ട് കാണുന്ന എല്ലായിടത്തും കാണുന്ന ഒരു ഇനമാണ്. അതായത് നമ്മുടെ തൊടികളിൽ തദ്ദേശീയമായിട്ട് വംശം അറ്റു പോകാതെ സ്ഥിരമായിട്ട് നമ്മൾ തൊടികളിൽ കാത്ത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചില വാഴയിനങ്ങളിൽ കണ്ണൂരിൽ അങ്ങനെ ഒരു തദ്ദേശീയമായിട്ടുള്ള ഒരു ഇനമാണ് മണ്ണൻ. ഇവിടെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പടറ്റിയാണ്. പടറ്റി ഇവിടെ ഉണ്ട്. പടറ്റി നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള ഒരു വാഴയാണ്. അതേപോലെ കണ്ണൂരിൻ്റെ തദ്ദേശീയമായിട്ടുള്ളൊരു വാഴയാണ്. വിത്തിട്ടിൻ്റെ നാട് കണ്ണൂരായതുകൊണ്ട് കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ തൊടിയിൽ ഇതുപോലെ വീടിൻ്റെ അടുക്കളപ്പുറത്ത് നോക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ പടറ്റി വാഴയെ പോലൊരു വാഴ. പക്ഷേ അത് മൂത്ത് കായ്ച്ചൊക്കെ വരുമ്പോൾ ഉരുണ്ടിട്ട് നീലനക്ക് പകരം ഒരു ഉരുണ്ടിട്ടൊക്കെ ആയിട്ട് വരുന്നു. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അതേ മണവും രുചിയും ഒക്കെ ഉണ്ട്, പക്ഷെ ഷേപ്പിന് മാത്രം ചെറിയ വ്യത്യാസം. രണ്ടും കറിക്ക് ഉപയോഗിക്കാം, കഴിക്കാനും ഉപയോഗിക്കാം. പിന്നെ പറഞ്ഞു കേട്ടുള്ള ഒരു അറിവാണ്, ഒരു നാട്ടറിവ്. വസൂരിയൊക്കെ വരുമ്പോൾ ശരീരം തണുപ്പിക്കാൻ കൊടുത്തിരുന്ന ഒരു, ശരീരത്തിൽ ചൂട് കൂടുമല്ലോ വസൂരി വരുന്ന സമയത്ത്, അപ്പോൾ കൊടുത്തിരുന്ന ഒരു കായാണ് മണ്ണനും പടറ്റിയൊക്കെയാണ് പറഞ്ഞുള്ളൊരു അറിവാണ്. പടറ്റി നമ്മുടെ ഒരു എന്താ പറയുക, ഒരു വികാരമാണ്. പിന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാലിപ്പൂവനും പാളയംകുടനും ഒക്കെ വരിക. പിന്നെ പടറ്റിയുടെയും മണ്ണിൻ്റെയൊക്കെ വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തണലത്തും വളരും, വെയിലത്തും വളരും, വെള്ളപ്പൊക്കത്തിനും വളരും, അതിരൂക്ഷമായിട്ടുള്ള വരൾച്ചയിലും വളരും. അതിന് എന്ത് പ്രതികൂല കാലാവസ്ഥയും അതിജീവിക്കാനുള്ള ഒരു അതിജീവന ശേഷിയുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള തദ്ദേശീയ ഇനങ്ങളെ നമ്മളൊക്കെ ഒന്ന് മാറ്റിവെച്ചും പടർത്തി വെച്ചും ഒക്കെ സംരക്ഷിച്ചാൽ നാളേക്ക് നമുക്ക് ഭക്ഷ്യസുരക്ഷ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുക്കി സൂക്ഷിക്കാൻ കഴിയും. സ്നേഹം, സന്തോഷം, നന്മ.